ഇന്നത്തെ വീഡിയോ നമുക്കൊരു പണിയാം. നമുക്ക് എന്ത് ചെയ്യുക വെച്ചിട്ടാ, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാം. ഇത് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒക്കെ വേണം, ടാസ്ക് അല്ലേ. നല്ല ശരിക്ക് വേർത്ത് കുടിച്ച് എനിക്ക് അത്രേ പറയുള്ളൂ. പിന്നെ ഇതൊന്നും എപ്പോഴും ഷോക്ക് അടിക്കൊക്കെ ചെയ്യട്ടോ. പറയാം, നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചത് ഇവനാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചത് പറഞ്ഞാൽ ജസ്റ്റ് മിസ്. എടാ പ്രജോ, നീക്കടാ, നീക്ക് നമുക്ക് വീഡിയോ നീക്കടാ, നമുക്ക് വീഡിയോ വാ വീഡിയോ. ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് വലിയ റെസ്പോൺസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇനി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഇടുന്ന വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നമുക്ക് ചെയ്യാമെന്ന് ചിന്തിക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. അമ്മ എന്താ എങ്ങനെ ഇരിക്കുന്നത്? തലവേദന. നിങ്ങൾ ഈ വീഡിയോ ഇട്ട് കളിക്കുന്ന നേരം ഇതൊക്കെ ഒന്ന് തുടച്ചു നോക്കണം. ഇത്ര പൊടിയുണ്ടോ? ഏതോ പൊടിയുണ്ടാ. നമുക്കൊരു പണി ചെയ്യാം, ഇന്നത്തെ വീഡിയോ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യുക വെച്ചിട്ടാ, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാം. ഇത് മൊത്തത്തിനൊക്കെ നിറച്ച് പൊടിയുണ്ട്, അതൊക്കെ നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കാം. എന്താ എൻ്റെ അഭിപ്രായം? അനക്കെന്താ തോന്നുന്നത്? ഒക്കെ വേണം, ടാസ്ക് അല്ലേ. നല്ല അഭിപ്രായം. എന്താണ് നമ്മളെ വീട് നമ്മൾ വൃത്തിയാക്കണം, അതിൻ്റെ അഭിപ്രായം. അമ്മ റെസ്റ്റ് എടുക്കട്ടെ. ഇന്നത്തെ വീഡിയോ എടാ ഇജി മാഞ്ഞാളം കഴിച്ചിട്ടുണ്ട്. അല്ലേ നോക്കാം, പൊടി തന്നെയാണ്, ഇഷ്ടം പോലെ പൊടിയുണ്ട്. എന്തായാലും ഇത് ക്ലീൻ ആക്കണം. പിന്നെ ഇത് കണ്ട, ഇത് നോക്കി, ഇത് കാണിച്ചു കൊടുക്ക്. ഒന്നും കൂടി ഉണ്ടല്ലോ അവനോടെ. ഇത് നമുക്ക് ക്ലീൻ ആക്കണം കേട്ടോ, ഒന്ന് ഇതും ക്ലീൻ ആക്കണം. പിന്നെന്താണ്, പിന്നെ അത് ഇന്ന് ശരിയാക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ, എങ്ങനെയെങ്കിലും ക്ലിയർ ആക്കാം. അതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ആക്കണം. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ട്രോഫി. ഇതിൽ എനിക്ക് കിട്ടിയത് എവിടെയെന്ന് ആരും ചോദിക്കരുത്. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് കിട്ടിയത് ആരും എവിടെയെന്ന് ചോദിക്കരുത്. ഇത് മുഴുവൻ ഇവന് കിട്ടിയതാണ്. ഇവനാണ് ഇതിൻ്റെ ഓണർ. ഈ കണ്ട ട്രോഫി മുഴുവൻ കിട്ടിയത് ഇവനാണ്. അതെ. അപ്പോൾ ട്രോഫി കിട്ടിയ ആളിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനി ഓരോന്നിച്ചെടുത്തോ. നല്ല തീരുമാനം. ഇങ്ങനെയാണ് പണി കൊടുക്കൽ. അന്ന് ഇറങ്ങിക്കോ. എന്നായിക്കോ. അപ്പോൾ നമുക്ക് ഇത് ഒരാളെ കൊണ്ട് തീരൂല, കാരണം ഇത് അത്യാവശ്യം കുറച്ച് പരിപാടി ഉണ്ട്. ഇതെന്താണത്? മറ്റേ മണിച്ചിത്ര സാറ് സിനിമയത്തെ പോലെ ഉണ്ടല്ലോ. അല്ലടാ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പോൾ അണക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ട ആവശ്യമുണ്ടോ ഇത് അണക്ക് എങ്ങനെയൊക്കെ കിട്ടിയെന്ന്? ജന പറഞ്ഞു കൊടുക്കുക എങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഇത് നമ്മളെ YMCA ബാലരമ ചിത്രരചന മത്സരം നമ്മൾ ഓൾ കേരള വെച്ച് നടത്തിയാണ്. അത് എവിടുന്നാണ് അച്ഛാ നടത്തിയത്? YMCൻ്റെ അല്ലേ? അത് നമ്മൾ ചിത്രകല തിരൂര് വെച്ചിട്ട് നടത്തിയ പരിപാടി. അത് എനിക്ക് തോന്നണേ നമ്മളെ തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയത് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇട്ടത് ലയൺസ് ക്ലബിൻ്റെ പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് പറഞ്ഞിട്ട് ഒരു പെയിൻറ്റിങ്. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ കിട്ടിയതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ വിന്നറായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഞാനാണ് 2019 ഞാൻ പങ്കെടുത്തിരുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഏറ്റവും വലിയ വിലപ്പെട്ട ട്രോഫി. അതിന് ക്യാഷ് പ്രൈസ്, എനിക്ക് ആദ്യത്തെ ക്യാഷ് പ്രൈസ് കിട്ടിയ 2017 കിട്ടിയതാണ്. അതന്നെ.
അത് ലയൺസ് ക്ലബിൻ്റെ 35,000 റുപ്യ ലയൺസ് ക്ലബിൻ്റെ. അതിന് ഫസ്റ്റ് പ്രൈസ് ജസ്റ്റ് മിസ്സിന് നമുക്ക് പോയത്. ചൈനയ്ക്കാണ് ജസ്റ്റ് മിസ്. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചത് ഇവനാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചതാണ്. ജസ്റ്റ് മിസ് നമുക്ക് ഇന്ത്യ മെറിറ്റ് ഉണ്ട്. മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മെറിറ്റ് അല്ല, ഫസ്റ്റ് കഴിഞ്ഞാലുള്ള 2ാം സ്ഥാനം എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ മെറിറ്റ് വന്നിട്ടുള്ളത് അല്ലേ. മെറിറ്റ് അത് ഇവനായിരുന്നു. പക്ഷേ കൊറോണ കാരണം അതൊന്നും അറിഞ്ഞില്ലല്ലേ വെച്ചാൽ 35,000 അല്ലേ 35,000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. ഈ മെയിനായിട്ട് അത് ആരും അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയിൽ കുറേ പെട്ട്. കൊറോണയിൽ ആ ടൈമിലാണ്. ഇതിപ്പോൾ 2019 ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ആ കൊറോണ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ടൈമിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. പിന്നെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട്, കൊറോണ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പരിപാടിയും അവാർഡൊക്കെ തന്നത്. ഇപ്പം ഞാൻ തുടയ്ക്കാതെ നിൽക്കുന്നതൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കണേ ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കാതെ നിൽക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ പഠിക്കായിരുന്നു, ഞാൻ തുടയ്ക്കാതിരിക്കൊന്നുമില്ല. ഇതാ ഇനി ബാക്കി പരിപാടികളുണ്ട്, ഞാൻ തുടക്കും. നമുക്കത് ഇനി സംസാരം കുറച്ചിട്ട് പ്രവൃത്തി കൂട്ടാം, അതല്ല നല്ലത്. അപ്പം ഇനി നേരെ ആയി കിടക്കാം. എല്ലാവരും വരും. മെയിനായിട്ട് നമുക്ക് ഇവിടെ എത്രയാണ് ഇതൊക്കെ പൊടി, ഇവിടെ ഇത്രയും പൊടി വരാൻ കാരണം എന്താ പറയുക, എനിക്ക് നമ്മളിത് റോഡ് സൈഡല്ലേ വീട്. അപ്പോൾ ഈ റോഡ്സ് ഉണ്ടല്ലോ, ഇതിൽ കൂടി പിന്നെ നമ്മൾ മുകളിലത്തെ ഭാഗം തുറന്ന ഭാഗമുണ്ട്, അതിൽ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തോനെ ഏറെക്കൂടി ഇവിടെ പൊടി. പിന്നെ ഇതൊന്നും എപ്പോഴും ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യട്ടോ. പ്രാങ്ക് ചെയ്യാൻ നോക്കിയാ പട്ടി ചിരിച്ചപ്പോ ഞാൻ ചിരിച്ചു. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇനിയിപ്പോ പ്രാങ്ക് പൊളിഞ്ഞതിക്ക് സാരമില്ല. അതെ, നമ്മൾ എന്താണ് വീട്ടമ്മമാർ, അതായത് ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾ വിചാരിച്ചമാരൊന്നല്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര കാര്യം ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്തപ്പോൾ തന്നെ ആകെ വയ്യാതായി. അമ്മ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഈ പണി മുഴുവൻ ചെയ്യണത്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അച്ഛനെന്താ പറയാനുള്ളത്? അച്ഛന് പണിയെടുക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അനക്കെന്താ പറയാനുള്ളത്? നല്ല റിസ്ക്കാണ്. എല്ലാവരും സാധാരണ വീട്ടമ്മമാർ, അതായത് ഒരു പൊതുവെ ഒരു പുച്ഛിക്കണ പരിപാടി ഉണ്ട്. പക്ഷേ അനക്കിപ്പോൾ ഇത്ര എടുത്തപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് എനിക്കെന്താ തോന്നുന്നത്? നല്ല ശരിക്ക് വേർത്ത് കുളിച്ച്, എനിക്ക് അത്രേ പറയുള്ളൂ. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ട്രോഫീൻ്റെ ഇതും പിന്നെ ഇതൊക്കെ ക്ലീനാക്കി, പിന്നെ നില അടിച്ചു വാരി. ഇനി തുടക്കാനുണ്ട് നമുക്ക് ഫിഷ് ടാങ്ക് ക്ലിയർ ആക്കണം. ഫിഷ് ടാങ്കിൻ്റെ പോലെ കണ്ടില്ലേ, ഇത് കുറച്ചായിട്ടുള്ളൂ വൃത്തിയാക്കിയിട്ട്. ഒരാൾ കൂടി ഇട്ടിട്ടെ, ഞാൻ എടുക്കുമ്പോൾ കാണിച്ചിട്ട്, അത് ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാളും കൊണ്ടിട്ട്. ഇതിലെത്ര മീൻ കടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിലെത്ര കുറേ മീൻ കടന്നിട്ടുണ്ട്. നമ്മളെ പെയിൻറ്റിങ്ങിൽ ചത്തുപോയതല്ലേ ഇത്. ഞങ്ങൾ പെയിൻറ്റ് ചെയ്യണതിൻ്റെ അടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ മരണപ്പെടുന്നുണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്കിത് ഇതിൽ കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പെട്ടതാണിത്. ഞങ്ങൾ വേറൊരു സംഭവം ഉദ്ദേശിക്കുന്നതാണ്. അപ്പം ഇനി അത് നമുക്ക് നമ്മളെ വീഡിയോയിൽ തന്നെ ഇനി ഇടാം. അതല്ല അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇനി ഇതെടുക്കണം, ഇത് ക്ലീനാക്കണം. ഇനി ആദ്യം ചെയ്യൽ ഇത് മാറ്റി വെക്കണം. അപ്പം ഇനി ആ പരിപാടികൾ നോക്കാം.
അപ്പോൾ നമ്മൾ മെല്ലെ അവരെ പിടിച്ചിട്ട് അയക്കിടുക കേട്ടോ. ഓ എന്താ പരാക്രമം നോക്കാം. പിന്നെ കടിക്കാനുള്ള പരിപാടി കേട്ടോ. അവർ രണ്ടാളും ഫുൾ ടൈം തല്ല. ഒരു ചെറിയ ആളും കൂടി ഉണ്ട്. ഇത് നമ്മളെ അയ്യോ നല്ല ചാട്ടാണ്. ചെറിയ ആളും കൂടി ഉണ്ട്. ഇത് നമ്മുടെ നാടൻ എന്താ പറയുക അതിന്, എന്താണ് ഞങ്ങളുടെ നാട്ടിൽ പൊരുക്കെന്ന് പറയും. എന്താ ഒരു കരിപ്പന എന്തോ പറയും. കരിപ്പിടി. കരിപ്പിടി എന്ന് പറയും. ആ മീനാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ തുടച്ച് ക്ലിയർ ആക്കാനുള്ള കൂടി ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ എടാ നമുക്ക് ഇനി ഒരു ചായ കൂടി കുടിക്കുകയാണെങ്കിൽ ഉഷാറായില്ലേ. ചൂടാണ് പക്ഷേ ചായ, കട്ടൻ ചായ അതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം, അമ്മയ്ക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ഇതിൽ ചെയ്യാം, ചായ ഉണ്ടാക്കാം. ചായ അപ്പോൾ അമ്മയ്ക്കും കൊടുക്കാം. അപ്പോൾ വെള്ളം തിളക്കട്ടെ. ഈ തെണ്ടി ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ചായ കുടിക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ചായ ഇതാ ആയി. അപ്പോൾ അതിട്ട് കുടിച്ചു. പിന്നെ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്ക് വയ്യ, അമ്മ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുവെ എല്ലാവർക്കും ഹൗസ് വൈഫ്, അതായത് എല്ലാവരും ജോലിക്ക് ഉണ്ടാവും. മകൻ ജോലിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മകൾ ജോലിക്ക് ഉണ്ടാവും, വീട്ടിലെ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ വീട്ടമ്മ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവരങ്ങനെ എന്ത് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തള്ളി പറയാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒരു ദിവസമെങ്കിലും ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മളെ വീട്ടിലെ അമ്മ നമ്മളെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. അച്ഛനെന്താ പറയുന്നത്? വീട്ടിൽ പണി എടുക്കേണ്ടത് മനസ്സിലായില്ലേ? രണ്ട് ആൺകുട്ടികളല്ലേ, പെൺകുട്ടികളില്ലാത്ത എത്ര പോലെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായില്ലേ? ആൺകുട്ടികളെന്നല്ല, അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യാന്നുള്ളത് അതിപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നില്ല, അതൊക്കെ നമ്മുടെ കടമ തന്നെയാണ്. അനക്കെന്താ തോന്നുന്നത്? എനിക്കറിയണ്ട് ഇത് സംഭവം ഭയങ്കര റിസ്ക്കാണ്. വീട്ടിലത്തെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും സംഭവം ചെറിയ പണി. നമ്മളിപ്പോൾ ഫോണുമൊക്കെ കളിച്ചിരിക്കുന്ന ടൈം അവരപ്പോൾ പോയി സഹായിക്കുക. അപ്പോൾ സംഭവം നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ആണുങ്ങളൊക്കെ കൂടി ചെയ്തപ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്ത്. കുഴപ്പമില്ല, കുറച്ച് റിസ്ക് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇതൊരു ചലഞ്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി വരുന്ന വീഡിയോകൾ ഇതിനും അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.